കേരളത്തിലെ ബി.ജെ.പിയുടെ അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. ചാനലുകളിൽ പറന്നു നടന്ന അഭിമുഖങ്ങൾ നൽകുന്ന രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയെ അടിമുടി താൻ മാറ്റുമെന്നാണ് പ്രഖ്യാപിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള നീക്കം നടത്തണമെങ്കിൽ കേരളത്തിലെ നേതാക്കളെ ആദ്യം മാറ്റണമെന്നൊരു ചിന്തയിലാണ് സംസ്ഥാന അധ്യക്ഷൻ എന്ന് കാണാൻ സാധിക്കും. ബി.ജെ.പിയെ വിശ്വസിക്കുക എന്നാൽ നേതാക്കന്മാരെ വിശ്വസിക്കുക എന്നതാണ്. അതിന് നിലവിലെ മുഖങ്ങളുമായി ജനങ്ങളുടെ അടുത്ത് ചെന്നാൽ അവർ ഓടിക്കുമെന്നൊരു ചിന്തയിൽ നേതാക്കളെ മാറ്റിപ്രതിഷ്ഠിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ അധ്യക്ഷൻ. കെ സുരേന്ദ്രൻ, എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ തുടങ്ങിയവരാണ് ഒരു പതിറ്റാണ്ടിലേറെയായി കേരളത്തിലെ ബി.ജെ.പിയുടെ മുഖമെന്ന് പറയാം. ഇവരെ അടിമുടി മാറ്റുവാനുള്ളൊരു നീക്കമാണ് അണിയറയിൽ നടക്കുന്നത്. ആദ്യപടിയായി സംസ്ഥാനത്തെ ബി.ജെ.പി ഭാരവാഹികളെ തന്നെ മാറ്റാനൊരുങ്ങിയിരിക്കുകയാണെന്ന് പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്രതീക്ഷിത നേതാക്കൾ സംസ്ഥാനതല ഭാരവാഹികളാകുമെന്ന സൂചനകളും പുറത്തുവരുന്നു. പി.സി. ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള പുതുമുഖങ്ങളെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിട്ടുണ്ട്. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് RSS പ്രചാരകനെ തിരികെ കൊണ്ടുവരാനും രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചു കഴിഞ്ഞു. തൃശൂരിൽ പാർട്ടിക്ക് പാർലമെന്ററി വിജയം സമ്മാനിച്ചതിൽ നേതൃത്വം വഹിച്ച ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിനെയും ജനറൽ സെക്രട്ടറിയാക്കുമെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രൈസ്തവ വിഭാഗം വലിയ പങ്കുവഹിച്ചിരുന്നു. പി.സി. ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ സെക്രട്ടറിയാക്കുന്നത് വഴി ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താനാകുമെന്നും ബി.ജെ.പി കണക്കുകൂട്ടുന്നു. ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്തി തൃശൂരിന് സമാനമായ സാഹചര്യം കേരളത്തിലെ മറ്റു ചില കേന്ദ്രങ്ങളിൽ കൂടി സൃഷ്ടിക്കുക എന്നതാണ് ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത്. പാർട്ടിയിൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുക എന്നതാണ് ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു. വ്യക്തികളുടെ ടീമല്ല, മറിച്ച് യുവാക്കളടങ്ങിയ ബി.ജെ.പിയുടെ ടീം കേരളത്തിൽ ഉണ്ടാകുമെന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവന. ബി.ജെ.പിയിൽ ഇനി ഗ്രൂപ്പിസം ഉണ്ടാകില്ലെന്നും ഒരു നേതാവിനെയും മാറ്റി നിർത്തില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് 2 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. മുൻ ജില്ലാ പ്രസിഡന്റും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുമായ എസ് സുരേഷ്, മുൻ ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് എന്നിവരെ നേതൃസ്ഥാനത്ത് എത്തിക്കുമെന്നാണ് സൂചന. പാലക്കാട് നിന്നുള്ള കൃഷ്ണകുമാറിനെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്നും വിവരങ്ങളുണ്ട്. ഇതിന് പുറമെയാണ് RSS പ്രചാരകന്മാരെ ബി.ജെ.പി ജനറൽ സെക്രട്ടറിയായി തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തത്. RSS പ്രവർത്തകൻ ജയകുമാറിനെ തിരികെ കൊണ്ടുവരാനാണ് നിലവിലെ സാധ്യത. ജയകുമാർ ബി.ജെ.പിയിലേക്ക് വരാൻ താല്പര്യം കാണിച്ചില്ല എങ്കിൽ മാത്രമാണ് പാർട്ടി ജനറൽ സെക്രട്ടറി എം.ടി. രമേശിന് കൂടുതൽ ചുമതലകൾ നൽകുന്ന കാര്യം പരിഗണിക്കുന്നതെന്നും പറയുന്നു. അതേസമയം മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് എന്ത് ചുമതലയാണ് പുതിയ നേതൃത്വം കാത്തുവച്ചിരിക്കുന്നതെന്നും വ്യക്തമല്ല. നിലവിൽ 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കാനുള്ള സാധ്യതകൾ വിദൂരമാണ്. എന്തായാലും വരും മാസങ്ങളിൽ ബി.ജെ.പിക്ക് ഏറെ നിർണായകമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികവ് പുലർത്തിയില്ല എങ്കിൽ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന ബോധ്യം രാജീവ് ചന്ദ്രശേഖരനുണ്ട്.